2020 ക്രിക്കറ്റിന് അല്ലെങ്കിൽ കുട്ടി ക്രിക്കറ്റിന് എല്ലാവിധ ചേരുവകളും ചേർത്തിണങ്ങിയാൽ ഒരുപോലെ മിക്സ് ചെയ്തൊരു മത്സരം തന്നെയായിരുന്നു IPL 2023 കലാശപ്പോരാട്ടം. വമ്പന്മാർ ഏറ്റുമുട്ടിയ പോരാട്ടത്തിൽ ശരിക്കും തീപാറും പോരാട്ടം തന്നെയായിരുന്നു അന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. IPL 2023 സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്, രണ്ട് വമ്പൻ താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് മികച്ച താരങ്ങൾ അല്ലെങ്കിൽ മികച്ച താരങ്ങളുടെ നേതൃത്വത്തിലുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ കലാശ പോരാട്ടം. ഹാർദിക് പാണ്ഡ്യ എന്ന ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ വേഴ്സസ് ഇന്ത്യയുടെ ലെജൻഡറി വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണി. നമുക്കറിയാം, ശരിക്കും 2020 ക്രിക്കറ്റിലെ എല്ലാവിധ ചേരുവകളും ഒരുപോലെ ചേർത്തിണങ്ങിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഇരു ടീമുകളും കട്ടയ്ക്ക് നിന്നപ്പോൾ മഴയുടെ ആനുകൂല്യത്തിൽ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് അന്ന് തലയുയർത്തി മടങ്ങിയപ്പോൾ ഹാർദിക്കിൻ്റെ ഗുജറാത്തിന് നിരാശയോടെയായിരുന്നു അന്ന് മടക്കം. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് 20 ഓവറിൽ 214 റൺസായിരുന്നു വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ പാളിച്ചകളുടെ തുടക്കം തന്നെയായിരുന്നു. ആദ്യ 15 ഓവറിന് മുന്നോടിയെ തന്നെ 5 വിക്കറ്റുകൾ കൂടാതെ 5 ബാറ്റ്സ്മാൻമാർ കൂടാരത്തിൽ കയറിയെങ്കിൽ പോലും മഴയുടെ ആനുകൂല്യത്താൽ സ്കോർ പരിമിതപ്പെടുത്തിയത് മൂലം അവസാന ഓവറിലെ വെടിക്കെട്ട് പ്രകടനത്തോടുകൂടി ചെന്നൈക്ക് അന്ന് 5ാം കിരീടമായിരുന്നു നേടാൻ സാധിച്ചത്. അന്ന് ഡക്വർത്ത് ലൂയിസ് DLS മെത്തേഡ് പ്രകാരം 5 വിക്കറ്റുകൾ ശേഷിക്കുകയായിരുന്നു അവസാന ലാസ്റ്റ് ബോൾ ത്രില്ലറിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ 5ാം കിരീടം ഉയർത്തിയത്. നമുക്കിന്ന് ഗുജറാത്തിൻ്റെ ആ ഒരു സ്കോഡിലേക്ക് വരികയാണ്, ഗുജറാത്തിൻ്റെ ആ ഒരു ടീം ടോട്ടലിലേക്ക് വരികയാണെങ്കിൽ ഓപ്പണിംഗിൽ വൃദ്ധിമാൻ സാഹ, ശുഭ്മാൻ ഗില്ലിൻ്റെ മാരക പ്രകടനം തന്നെയായിരുന്നു പവർ പ്ലേ ഓവറിൽ തന്നെ നമ്മൾ കണ്ടത്. സാഹ 54 എടുത്തപ്പോൾ ഗിൽ 39 റൺസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സായി സുദർശൻ എന്ന തമിഴ്നാട് യുവതാരം 96, ഹാർദിക് പാണ്ഡ്യയോടെ 21 വെടിക്കെട്ടും കൂടി ചേർന്നപ്പോഴാണ് ഗുജറാത്തിൻ്റെ 214 എന്ന മാരക ടോട്ടലിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിലുള്ളൊരു മികച്ച സ്റ്റെമ്പിങ്ങും കണ്ട മത്സരം തന്നെയായിരുന്നു. നമുക്കറിയാം, ഗുജറാത്തിൻ്റെ ഓപ്പണർ എന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാൻ സാഹ ഗിൽ കൂട്ടുകെട്ട് വളരെ മികച്ച ലെവലിലേക്ക് പോകുന്നതിനിടെ രവീന്ദ്ര ജഡേജയുടെ ഓവറിൽ ശുഭ്മാൻ ഗില്ലിന് 39 റൺസിൽ നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഒരു വേഗത്തിൽ സ്റ്റെമ്പിങ് ശരിക്കും ഇന്നും മായാത്ത ഓർമ്മകളുമായിട്ടാണ് അത് IPL ചരിത്രത്തിൽ ഇതിഹാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും ഒരു മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു വെടിക്കെട്ട്, ഒരു ഫാസ്റ്റസ്റ്റ് സ്റ്റെമ്പിങ് തന്നെയായിരുന്നു രവീന്ദ്ര ജഡേജയുടെ ഓവറിൽ ശുഭ്മാൻ ഗിൽ എന്ന ഗുജറാത്തിൻ്റെ ഓപ്പണറെ പുറത്താക്കാൻ. ഒരുപക്ഷെ ആ ഒരു വിക്കറ്റ് നേടിയില്ലായിരുന്നെങ്കിൽ ഗുജറാത്തിൻ്റെ ടോട്ടൽ 214 കഴിഞ്ഞ് പോയേനെ. ചെന്നൈയുടെ ടോട്ടലിലേക്ക് വരുവാണെങ്കിൽ ഓപ്പണർ ഋതുരാജ് ഗേക്വാദ് 26, ഡെവൺ കോൺവേ 47, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട താരം തന്നെയാണ് രവീന്ദ്ര ജഡേജ. വെറും 6 പന്തിൽ നിന്നായിരുന്നു 15, അതോടൊപ്പം തന്നെ ഒരു 4ഉം ഒരു 6 മാത്രമാണ് താരം നേടിയത്. നമുക്കറിയാം, അവസാന ഓവർ അതായത് 15ാം ഓവറിൽ കളി ജയിക്കാൻ അവസാന 2 പന്തിൽ 10 റൺസ് വേണ്ടിയിരിക്കെ ഗുജറാത്തിൻ്റെ ഏറ്റവും മികച്ച ബോളറായിരുന്ന മോഹിത് ശർമ്മയായിരുന്നു അന്ന് എറിയാനെത്തിയത്. അവസാന 2 പന്തിൽ 10 റൺസ് വേണ്ടിയിരിക്കെ ആദ്യ 5ാം പന്ത് 6 അവസാന പന്ത് ഒരു ബാക്ക് സൈഡിലേക്ക് ഒരു മികച്ച 4ഉം കണ്ടെത്തി ജഡേജ അന്ന് ചെന്നൈക്ക് 5ാം കിരീടം നേടിക്കൊടുത്തപ്പോൾ ശരിക്കും ഒരു മികച്ച ഒരു പ്രകടനം അല്ലെങ്കിൽ മികച്ച ഒരു പോരാട്ടം തന്നെയായിരുന്നു അന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. അപ്പോൾ പുതിയ IPL സീസൺ വരാനിരിക്കെ ശരിക്കും മായാത്തോർമ്മകൾ തന്നെയാണ് IPL 2023 കലാശ പോരാട്ടം ഓരോ ക്രിക്കറ്റ് ആരാധകൻ്റെ മനസ്സിലേക്ക് ഏറ്റിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി MX Studio എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.